മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഫിലെമോൻ 1:10 നമുക്ക് ധ്യാനിക്കാം. ഫിലെമോൻ ചാപ്റ്റർ 1:10. എന്റെ പുത്രൻ ഒനേസിമോസിന്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എന്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല മനുഷ്യരുടെ ലക്ഷണമാണ്. അവരെ ദൈവവും മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കും. ആര് നശിച്ചാലും സാരമില്ല, എന്റെ കാര്യം ഭംഗിയായി നടക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാലക്രമേണ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ആവശ്യങ്ങളുണ്ടെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ നിയമവും ക്രമീകരണവും ഉണ്ടാകും. വിശുദ്ധ പൗലോസ് റോമിൽ തടവിലായിരുന്ന കാലത്ത് ഫിലെമോൻ എന്ന ക്രിസ്ത്യാനിയുടെ അടിമയായ ഒനേസിമോസ് ഒളിച്ചോടി റോമിലെത്തി പൗലോസിന്റെ കൂടെ താമസമാക്കി. അയാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. തൽഫലമായി മടങ്ങിപ്പോയി യജമാനോട് നിരപ്പാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ മടങ്ങിച്ചെല്ലുമ്പോൾ ഫിലെമോൻ തന്നെ ശിക്ഷിച്ചേക്കുമെന്ന് ഒനേസിമോസ് ഭയപ്പെട്ടു. ഈ സാഹചര്യം മനസ്സിലാക്കിയ പൗലോസ് ഒനേസിമോസിനു വേണ്ടി ഒരു ശുപാർശ കത്ത് എഴുതി കൊടുത്തു. ഒനേസിമോസിന്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി പൗലോസ് പരിഗണിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി ഭരണകൂടം ക്രിസ്ത്യാനികളെ നിഷ്കരണം പീഡിപ്പിച്ചിരുന്നു. അന്ന് ജോൺ ഫോഡർ എന്ന ജർമ്മൻ സഭാ നേതാവ് അമേരിക്കയിലായിരുന്നുവെങ്കിലും സഹവിശ്വാസികൾക്ക് വേണ്ടി ജർമ്മനിയിൽ തിരിച്ചെത്തി രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ കത്തുകൾ അനേകായിരങ്ങളെ ആകർഷിക്കുകയും വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ കരുതി ചെയ്ത സേവനങ്ങൾ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഓർമ്മകളായിരിക്കും. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കാണുന്നതാണ് ക്രിസ്തീയ സംസ്കാരം. അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ കാണുവാൻ, അവരെ സ്വീകരിക്കുവാൻ, കരുതുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.